സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 3 ബെഡ്റൂമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ അകലെയായി കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ കണ്ടംപററി വീടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ മാലിന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 600 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. ഈ വീട് വരുന്നത് ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഏകദേശം ഒരു 25ഓളം വീടുകൾ വരുന്ന കമ്മ്യൂണിറ്റി. ഈ 2 സെക്ഷൻ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊരു സെക്ഷനിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആദ്യത്തെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീടിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന 5 മീറ്റർ ഇന്റർലോക്ക് ചെയ്ത മനോഹരമായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. നമുക്ക് ആദ്യം വീടിന്റെ എലവേഷനിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ആ ബാൽക്കണിയിൽ മുകളിലായിട്ട് നമുക്ക് ഫ്ലൂട്ടഡ് പാനൽ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പില്ലറാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്ചർ വർക്കുകൾ വീടിന്റെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് താഴേക്ക് വരത്തക്ക രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് സെയിം ഡിസൈനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. മോഡേൺ ഡിസൈനിലുള്ള ജനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനലുകളെല്ലാം മോഡേൺ ഡിസൈനിൽ, കണ്ടംപററി ഡിസൈനിൽ വരുന്ന ജനലമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ അകത്തേക്ക് നമുക്ക് പോകാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കാർ പാർക്കിംഗ് സൗകര്യം കൊടുത്തിരിക്കുന്നത്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ്. വീടിന്റെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതിനിടയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ വർക്ക് കൂടി കാർ പോർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മീറ്റർ ആണ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ ആ ടെക്സ്ചർ വർക്ക് മുകളിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാനാവുന്നുണ്ട്. വീടിന് പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ആ ബ്ലാക്ക് ഡിസൈനിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നതായി കാണും. ഇവിടെ സിലിണ്ടറിക്കൽ ലൈറ്റ് ഒരു 4 ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. ഒറ്റ സിംഗിൾ പാളിയുള്ള മെയിൻ ഡോറാണ് ഇവിടെ വരുന്നത്. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡോറും ജനലുകളെല്ലാം മഹാഗണി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം. ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ വരുമ്പോൾ ഒരു 4 പാളി കണ്ടംപററി ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു ജനലും വരുന്നുണ്ട്. ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് വലിയ ടൈലുകളാണ്. ആ ടൈലുകളെല്ലാം ജോയിന്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ആ ഫ്ലൂട്ടഡ് പാനൽ ഡിസൈൻ ഇവിടെ വരുന്നുണ്ട്. ചാർക്കോൾ പാനൽ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് TV വരുന്ന ഏരിയ വരുന്നത്. അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. അവിടെ എല്ലാം ഈ ലാമിനേഷൻ കൊടുത്തിരിക്കുന്നത് PVC ലാമിനേഷൻ ആണ്. അത് നല്ല മനോഹരമായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോസ് വയ്ക്കാനുള്ള ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് മാത്രം കൊടുത്തിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ലിവിങ് സ്പേസിന്റെ വിശേഷം. ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ആർക്കി ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചെറിയ LED ലൈറ്റുകളും നമുക്ക് കാണാം. ഇനി കയറി വരുന്നത് ഇവിടെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഏകദേശം 10-12 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള വലിയ ഒരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് ആ പ്ലെയിൻ ഫോൾ സീലിംഗ് വർക്ക് കാണാം. അവിടെ പ്രൊഫൈൽ LED ലൈറ്റുകൾ വരുന്നുണ്ട്.
സൈഡിലായിട്ട് ചെറിയ LED ലൈറ്റുകളും ആ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലൈറ്റിന് വേണ്ടി വലിയ ഒരു ജനൽ, ഒരു 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വാഷ് കൗണ്ടർ. വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ആ ചാർക്കോൾ പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ ഇവിടെ കാണാം. ഒരു സിലിണ്ടറിക്കൽ ലൈറ്റ് അവിടെ വരുന്നുണ്ട്. ഇതിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിനും സെറയുടെ ഒരു ടാപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാനിറ്റി കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഫുൾ ബോഡി ടൈലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നു. അതിൻ്റെ അകത്തൊക്കെ ആയിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ചാർക്കോൾ പാനൽ ഡിസൈൻ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ കടന്നു വരാം നമ്മളുടെ കിച്ചണിലേക്ക്. ഷേപ്പിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽ ഉപയോഗിച്ചിട്ടാണ് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കബോർഡുകൾ കാണാം. ഇവിടെ ചിമ്മിനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൺ വിൻഡോ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഫ്രിഡ്ജിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഭാഗത്തായിട്ടാണ്. അതിന്റെ പവർ പ്ലഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡുകളുടെ ഈ PVC ലാമിനേഷൻ വരുന്നത് PVCയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള PVC ലാമിനേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിങ്ക് വരുന്നത് ഇവിടെയാണ്. 2 ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ടൈലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ കിച്ചന്റെ വിശേഷം. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. വലിയ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴെ കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഡ്രസ് വർക്കിലാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടിയാണ് ഇവിടെ വരുന്നത്. പുറത്തേക്ക് പോകാനായിട്ട് 2 സൈഡിലും ഡോറ് നൽകിയിട്ടുണ്ട്. ഈ ഡോറ് നൽകിയാൽ നമുക്ക് പുറത്തേക്ക് പോകാം. പിന്നെ ഈ വീടിന് നമുക്കൊരു പറയാത്തൊരു കാര്യം, 2 രീതിയിലുള്ള വാട്ടർ കണക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷനും കിണറും വരുന്നുണ്ട്. കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് പുറത്ത് ഏരിയയിൽ ഈ ഭാഗത്തായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഇതാണ് കിണർ. ഒരു ചെറിയ കിണറാണ് നൽകിയിരിക്കുന്നത്. വീടിന് പുറത്തും അത്യാവശ്യം ചെറിയൊരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുള്ള ഈ വർക്ക് ഏരിയയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത് വരുന്നത് ഇവിടെയാണ്. ബെഡ്റൂമിന്റെ ഡോറ് വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പാനൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ എല്ലാം ജനലുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജും വെന്റിലേഷനും എല്ലാം ഈ വീടിനകത്തേക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ വാർഡ്രോബാണ്. 4 പാളികളാണ് വാർഡ്രോബിന് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് സ്പേസ് വരുന്നുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വാനിറ്റി കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് വളരെ ചെറുതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ LEDകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോർ വരുന്നത് FRP ഡോറുകളാണ്. ഒരു വുഡൻ ഡിസൈനിലാണ് ഡോർ വരുന്നത്. അപ്പൊ നമുക്ക് ബാത്റൂം നോക്കാം. കയറി വരുമ്പോൾ ആദ്യം തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ സെന്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഷവർ വരുന്നത്. അതുപോലെ തന്നെ ക്ലോസറ്റ്, കൺസീൽഡ് ഫ്രഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുമാണ് വരുന്നത്. ഇതെല്ലാം സെറയുടേതാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബെഡ്റൂമിന്റെ വിശേഷം. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത്. വുഡൻ ഹാൻഡ് റെയിൽസ് ആണ്. ഇവിടെ വരുമ്പോൾ ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. റൈസറായി ടൈലാണ് വരുന്നത്. ഇവിടെ ഫുട് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഒരു പരഗോളം നൽകിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് ധാരാളം നമുക്ക് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വലിയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ ജനലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ അവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഹാൻഡ് റെയിൽ.
ഇവിടെയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ട ആ TV യൂണിറ്റിന്റെ സെയിം പാറ്റേൺ ഏകദേശം വരുന്നുണ്ട്. ആ ചാർക്കോൾ പാനൽ മാത്രമാണ് ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് മാത്രമാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിളും മുകളിൽ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിന്റെ എക്സാക്ട് സെയിം മുകളിൽ തന്നെയാണ് ബെഡ്റൂമിന്റെ ഈ ബെഡ്റൂം വരുന്നത്. അതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ആ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഇവിടെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആ പാറ്റേൺ എല്ലാ ബാത്റൂമിന്റെയും ബെഡ്റൂമിന്റെയും പാറ്റേൺ സെയിം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അധികം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ബാത്റൂമും അത് തന്നെയാണ്. വെട്ടും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂമിന്റെ അത്ര വലിപ്പം ബെഡ്റൂമിന് ഉണ്ടോ എന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഉണ്ട്. കുറച്ചുകൂടി വലിപ്പം നീളത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ. അപ്പൊ എല്ലാ ബെഡ്റൂമും വലിപ്പമുള്ള ഒരു ബെഡ്റൂമുകൾ തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി വലിപ്പം ഈ ബെഡ്റൂമുണ്ട്. 3 ബെഡ്റൂം ആണെങ്കിൽ പോലും എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് വന്ന ആ ജനലാണ്, ആ ഡിസൈനർ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. 3 പാളികളിലാണ് ഈ വാർഡ്രോബ് ഒരുക്കുന്നത്. താഴെ ഡ്രോവേഴ്സ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിം പാറ്റേൺ തന്നെ ആ ഫോൾ സീലിംഗ് വർക്കിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്കാണ്. സെയിം ബാത്റൂം തന്നെയാണ് വരുന്നത്. അല്പം നീളം കൂടുതലുണ്ട് എന്ന് മാത്രം. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ സെറയുടെ ഒരു ക്ലോസറ്റ് കൊടുത്തു. സെറയുടെ തന്നെയാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകളെല്ലാം വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റി സ്പേസ് കൂടി കാണാനുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബെഡ്റൂമായിട്ടും കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീന്റെ പോയിന്റ് ആണ്. അതിന്റെ ഫിറ്റിംഗ്സുകളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിററും നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണി കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് എംഎസിലാണ്. ഇവിടെ ആ ട്രാൻസ്പാരന്റ് ഷീറ്റും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. യൂട്ടിലിറ്റി ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള ബാൽക്കണി മാത്രമാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്നാണ്. മൂന്നാമത് കണ്ട ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള ഡോർ വന്നത്. അപ്പൊ ഈ ഡോർ തുറന്ന ബാൽക്കണി കൂടി നമുക്ക് കാണാം. ഇതാണ് ബാൽക്കണി. ഒരു നീളത്തിലുള്ള ബാൽക്കണിയാണ് വരുന്നത്. നമ്മൾ താഴത്തു നിന്ന് നോക്കുമ്പോൾ കണ്ട ആ ഒരു പില്ലറാണ്. ഇവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പാനലിംഗ് വർക്ക് മുകൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ LED ലൈറ്റുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ പാരപ്പറ്റ ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലിലും ടഫൺ ഗ്ലാസിലുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. വീട് വരുന്നത് കുഴുവേലിപ്പടിയിലാണ്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീട്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 3 ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. എറണാകുളം പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. വിദ്യോദയ സ്കൂളിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം. അതുപോലെ തന്നെ ചാർട്ടർ ഇന്റർനാഷണൽ അല്ലെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വരുന്ന ദൂരം ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും ദൂരമുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ മികച്ച എലവേഷനിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 84 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് വാങ്ങാനും ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.